ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ മുടി ലെയർ കട്ട് ചെയ്യാനാണ് പോകുന്നത്. എൻ്റെ മുടി ലെയർ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബ്യൂട്ടി പാർലർ വരെ പോകാം. പക്ഷേ എൻ്റെ ഫ്രണ്ടും ഉണ്ട് കൂടെ, അവളുടെ ചെന്ന് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്, നടന്നു വരുന്ന ആണ് എൻ്റെ ഫ്രണ്ട്. അവളുടെ പേര് അമ്മു എന്നാണ്. അവളുടെ കൂടെ കുട്ടിയും ഉണ്ട്. ഞങ്ങൾ മൂന്നുപേരും കൂടാണ് ഇന്ന് എൻ്റെ മുടി വെട്ടണം. അവൾക്ക് പിരുകം ത്രെഡ് ചെയ്യണം. അതിന് വേണ്ടിയാണ് പോകുന്നത്. അവൾ കൊച്ചിനോട് ഹായ് പറയാനാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് നേരം അവൻ ആലോചിച്ചിട്ട് ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഹായ് എന്ന് പറഞ്ഞ് കൈ ഒന്ന് പൊക്കി കാണിച്ചു. പിന്നെ ഞങ്ങൾ മൂന്നുപേരുടെ വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ച് ടൂ വീലറിൽ പോയി. പോകുന്ന വഴിക്ക് ഞങ്ങൾ കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. ചുമ്മാതെ എന്തൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് പോലും ഓർമ്മയില്ല. ഞങ്ങൾ കുറേ കാര്യം പറഞ്ഞ് അവിടം വരെയും കാര്യം പറഞ്ഞിട്ടാണ് പോയത്. അപ്പോഴേ ഞങ്ങൾ ചേർക്കുന്നത് ഞങ്ങൾ രണ്ടിൻ്റെയും ഡ്രസ്സെല്ലാം ഒരേ കളർ, രണ്ടുപേരുടെയും ഡ്രസ്സ് ഒരേ കളർ. അത് കോയിൻസിഡൻസ് ആണ്. ഞങ്ങൾ അറിയാതെ ഇട്ട് രണ്ടുപേരും ഒരു കളറാണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവളോട് ഞാൻ ചോദിച്ചത് നീ എന്താ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്. അങ്ങനെ അവൾ ഹെൽമെറ്റൊക്കെ ഊരി അവൾ ഡോറ് തുറന്നപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി. അകത്ത് ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുന്ന എൻട്രൻസ് ഇങ്ങനെ അകഭാഗം ഇങ്ങനെയാണ്. അത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള റൂമും ഇതാണ്. നമ്മളവിടെ ചെന്ന് ആദ്യം അവളുടെ പിരുവം ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ച് കൊച്ചിനപ്പോൾ ഞാൻ പിടിച്ച് അവൾ പിരുവം ത്രെഡ് ചെയ്തിട്ടപ്പോൾ ഞാനും നിച്ചൂട്ടനും കൂടെ കണ്ണാടി നോക്കി കളിക്കുമായിരുന്നു. കുറേ നേരം കണ്ണാടി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നു. അവിടെ നല്ല നല്ല സൂപ്പർ കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു, അത് നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹെയർ വാഷ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഹെയർ ഫസ്റ്റ് വാഷാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഷാമ്പൂ ഒക്കെ ഇട്ട് നല്ലതായിട്ട് വാഷ് ചെയ്തവർ. നല്ല സർവീസായിരുന്നു കേട്ടോ അവരുടെ. അത് കഴിഞ്ഞിട്ട് ആ ഹെയറിലുള്ള വെള്ളം എല്ലാം നന്നായിട്ട് ഒപ്പിയെടുത്ത് അത് കഴിഞ്ഞിട്ടാണ് അവർ മുടി ചീകിയിട്ട് അതിൽ കട്ട് ചെയ്യാൻ തുടങ്ങിയത്. മുടി കറക്റ്റായിട്ട് കുറച്ച് മുടി എടുത്ത് ചീകും, എന്നിട്ട് കുറച്ച് കട്ട് ചെയ്യും. എനിക്ക് ഒരുപാട് ഉള്ളില്ലാത്തതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്ന് കാണത്തുള്ളവർക്ക്. ഇച്ചിരി സ്ഥലത്തുനിന്ന് കുറച്ച് മുടി എടുത്ത് വെട്ടും, പിന്നെ കുറച്ച് സ്ഥലത്തുനിന്ന് കുറച്ച് മുടി എടുത്ത് വെട്ടും. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് തന്നെ വെട്ടിത്തീർന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അത് ഡ്രൈ ചെയ്യാൻ തുടങ്ങി. അതും സെയിം കട്ട് ചെയ്തതുപോലെ തന്നെ കുറച്ച് മുടി എടുത്ത് ഡ്രൈ ചെയ്യാൻ തുടങ്ങി. ആദ്യം കുറച്ച് മുടി ഡ്രൈ ചെയ്യും, പിന്നെ കുറച്ച് മുടി ഡ്രൈ ചെയ്യും. അങ്ങനെ പക്ഷെ ഭയങ്കര ചൂടായിരുന്നു ആ ഡ്രയറിന്. നല്ല ഹീറ്റായിരുന്നു അത്. പിന്നെ അത് ഹീറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനെക്കാണ് ഇങ്ങനെ ആയിരുന്നത്. അവർ നന്നായിട്ട് മുടിയൊക്കെ സെറ്റ് ചെയ്ത് തന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് മുടിക്ക് ഉള്ളു കുറവായതുകൊണ്ട് ലെയർ കട്ട് ചെയ്തപ്പോൾ ഇച്ചിരി ഉള്ളുള്ള പോലൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ് ലെയർ കട്ട് ചെയ്താൽ. ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.